ഡ്രസ് എടുക്കാൻ പോയതാണ് ഗൈസ്. Here I come. Oh, here I come. Oh. നമ്മൾ ആദ്യം തന്നെ ചെറുത് തന്നെ അങ്ങോട്ട് തൊടി ചിട്ടനെ അങ്ങനെ കവലിട്ട് പോലെ ഇട്ടൊക്കാൻ പറ്റുന്നതിനോട് ആ ടാസ്ക് നമ്മൾ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ രണ്ടാമത്തെ ടാസ്ക് എന്ന് പറഞ്ഞിട്ട് ചില്ലറ ടാസ്ക് അല്ല. ഞാൻ എങ്കിലും ഒന്ന് പിടിച്ചെടുത്ത് ഒരു ഡ്രസ് ഇട്ട് കൊടുത്താൽ അതൊട്ട് അവൾക്ക് 2 റൗണ്ട് ഓടണം. അല്ലെങ്കിൽ ഇതൊക്കെ അവളെ കുതിരകളി കളിക്കാൻ പറ്റുമോ നോക്കുകയാണോ അല്ലെങ്കിൽ അവളെ ടെസ്റ്റിംഗ് ആണോ എനിക്ക് അറിയില്ല. പിന്നെ പിങ്ക് കളർ ഡ്രസ് ഉണ്ട് ആടുള്ള എല്ലാവർക്കും ആണ്. പിന്നെ ഞങ്ങൾ രണ്ടാൾ തെറ്റുന്നായപ്പോൾ ഞാൻ അവളെ താത്തനെ ഏൽപ്പിച്ചു. അങ്ങനെ ഉമ്മന്റെ സെക്ഷനിലോട്ട് വിടുന്നു. മറിയൊക്കെ പിങ്ക് ആണെങ്കിൽ ഉമ്മക്ക് ചോപ്പ. റെഡ് കളർ കാണുമ്പോൾ ഒരു പ്രസരിപ്പ് വേറെ ഏത് കളർ എടുത്തോട്ട് കൊണ്ട് വരുന്നില്ല. ഇമ്മ എന്നിട്ട് മറിയനെ പോലെ തന്നെ അങ്ങനെ ഓരോന്ന് പാറി പറഞ്ഞ് നോക്കിക്കൊണ്ട് അങ്ങനെ ഫൈനലി ഉമ്മന്റെ സംഭവം സെറ്റ് ആയി. ഐശ്വര്യനെ സെലക്ട് ചെയ്തെടുക്കാൻ സിമ്പിളാ. ഓളെ നമുക്ക് പെട്ടെന്ന് ഓർഡർ ആക്കാം. ആളൊരു ശുദ്ധമാണ് എന്നെ പോലെ തന്നെ. സാരി എടുത്ത ഷിറ്റുനെ എടുത്ത് എടുക്കാൻ സിമ്പിൾ ആയിട്ടാണ്. ഇനി ഇവിടുത്തെ കളക്ഷൻ അടിപൊളിയായിട്ടാണോ അറിയില്ല. താത്തൊക്കെ സാരി എടുക്കാൻ പറഞ്ഞു. ഇനി എങ്ങനെയെങ്കിലും ഇതിന്റെ കാര്യത്തിലോട്ട് ഒരു തീരുമാനമാക്കണം. പോണ പോക്കണ്ടില്ലേ. ഓൾക്കടുത്ത് എല്ലാ ഡ്രസ്സും ഇഷ്ടപ്പെട്ടിരിക്കണം. എന്നിട്ട് എല്ലാം കിട്ടോക്കണം എന്നാ പറഞ്ഞേ. ഒന്നുകൂടി വരാ നീ എന്റെ അമ്മ പറ്റ അച്ഛന്മാരാന്ന് പറയൂ. കറക്റ്റ് കണേ നീ ചിരിക്കല്ലേ. പിന്നെ അടുത്ത നല്ല അടിപൊളി കളക്ഷൻസ് ഉണ്ട്. മറിയന്റെ പ്രായത്തിൽ പറ്റിയ ആൾക്ക് മറിയനെ പോലത്തെ പ്രതിമനെയും കിട്ടും ഇവിടുന്ന്. കണ്ടോ കറക്റ്റ് മറിയനെ പോലത്തെ പ്രതിമയുണ്ട്. താതോ മറിയക്ക് ഇതാ ഈ പ്രതിമയിലത്തെ ഡ്രസ്സ് ഒന്ന് ഇട്ടെടുക്ക്. ഇവിടെ മറിയനെ മാതിരി ഒരു ഡ്രസ്സ് ഇട്ട ഒരാള് ഇതൊന്ന് ഇട്ട് മറിയന്റെ മാതിരി പ്രതിമ. ഇത് പറ്റുവാ മതി. ഇതൊന്ന് നോക്കി നോക്ക്. ആ കറക്റ്റ്. ഇതൊന്ന് ഇട്ട് നോക്കണേ. ഇതൊന്ന് ഇടിച്ചു നോക്കാം. ഇതാ മറിയാതിട്ട് കറക്റ്റ് എന്റെ മാതിരി ഒരു പ്രതിമ അവിടെ ഉണ്ടായിനു. ഇതെനിക്ക് കറക്റ്റില്ലേ. അങ്ങനെ ഫൈനലി എല്ലാം സെറ്റപ്പ് ആക്കി നമ്മൾ തിരിച്ചു വന്നു. അപ്പൊ ബൈ.